NCP जिंदाबाद, शरद पवार जिंदाबाद, पीसी चाको जिंदाबाद, के शशींद्र जिंदाबाद, शरद पवार जिंदाबाद, NCP जिंदाबाद, NCP जिंदाबाद, NCP जिंदाबाद। NCP जिंदाबाद, शरद पवार जिंदाबाद, शरद पवार जिंदाबाद, पीसी चाको जिंदाबाद, पीसी चाको जिंदाबाद, के शशींद्र जिंदाबाद। जय 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 NCP, जय 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 NCP। NCP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃശിബിരം എറണാകുളം YMCയിൽ വെച്ച് നടന്നു. സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ പ്രസിഡന്റുമാർക്കുമുള്ള പ്രത്യേക പരിശീലന പരിപാടി NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സ്ഥാപനങ്ങളിൽ നമ്മുടെ പാർട്ടിയുടെ നോമിനികളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. റവന്യൂവിൽ അല്ലെങ്കിൽ ഹെൽത്തിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിലൊക്കെ നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധികളെ നിങ്ങൾ അയക്കുന്നു. ആ വികസന മേഖലകളിലൊക്കെ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സജീവ ഘടകകക്ഷിയാണെന്നും സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സജീവമായ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഗവൺമെന്റിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളോടും സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ചുമതലയും ബാധ്യതയും നമുക്കുണ്ട്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ കൂടുതൽ പരിപാടികളൊന്നും ഒരുക്കിയിട്ടില്ല. പെട്രോളിന്റെ പരിവർത്തനത്തിനെതിരായി നടന്ന ഒരു സമരം മാത്രമാണ് നടന്നത്. പക്ഷെ നമ്മളതിനു മുമ്പായിട്ട് തന്നെ ഗൃഹസദസ്സുകൾ നടത്തി, പെട്രോൾ പമ്പുകളും ഒരു സമരം നടത്തി, പിന്നെ ഇടതുപക്ഷ മുന്നണി ആഹ്വാനിക്കുന്ന സമരത്തിൽ പങ്കെടുത്തുമെല്ലാം നമ്മൾ നമ്മുടെ പ്രാതിനിധ്യവും പാർട്ടിസിപ്പേഷനും തെളിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇടതുപക്ഷ മുന്നണി ആഹ്വാനം ചെയ്യുന്ന സമരത്തിന്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ അത് മാത്രം കാത്തിരിക്കാതെ നമുക്ക് സ്വന്തമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയണം. കോൺഗ്രസ് എന്ന് നേരിടുന്ന പ്രതിസന്ധികൾ നമുക്ക് പൂർണ്ണമായി മുതലെടുക്കാൻ കഴിയുമാറും നമ്മുടെ ജനോപകാരപ്രദങ്ങളായ പരിപാടികൾ സമരരൂപത്തിലും പ്രചരണ രൂപത്തിലും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ കഴിയണം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് സംഘടനാ സംവിധാനമാണ്. സംഘടനാ സംവിധാനങ്ങളുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒക്ടോബർ 2 വരുന്നു. ഗാന്ധി ജയന്തി ദിനമാണ്, നമ്മുടെ പൈതൃകമാണ്. നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരെക്കാൾ ആകർഷകമാകണം എന്ന് നമ്മളിവിടെ തീരുമാനിക്കുമെങ്ങനെ വേണം. പക്ഷേ ഒരു പരിപാടി തീരുമാനിച്ചാൽ 1000 സ്ഥലങ്ങളിൽ നടത്താൻ കഴിയുന്ന ഓർഗനൈസേഷണൽ കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നതാണ്. അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ നടത്തിയാൽ ആളുകളെ കണ്ണിൽപ്പെടാൻ കഴിയില്ല. 1000 സ്ഥലത്ത് നമുക്ക് പരിപാടികൾ നടത്താൻ കഴിഞ്ഞാൽ, 1200 മണ്ഡലങ്ങളിൽ പരിപാടികൾ നടത്താൻ കഴിഞ്ഞാൽ ജനം സൃഷ്ടിക്കും. ചിലപ്പോൾ പത്രക്കാർക്ക് നമ്മളൊരു വലിയ നമ്മളിന്ന് ഗൗനിക്കണമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ കൊടുക്കുന്ന പബ്ലിസിറ്റിയുടെ ഒരു ചെറിയ ശതമാനം പോലും നമ്മുടെ പാർട്ടിക്ക് ലഭിക്കുന്നില്ല. പക്ഷേ അത് വരും. എപ്പോൾ വരും? 1200 മണ്ഡലങ്ങളിലും നമ്മുടെ പരിപാടികൾ നടക്കുമ്പോൾ നമ്മളെ അതുപിടിക്കാൻ വരാത്തൊരു സാഹചര്യങ്ങളാണ്.
അതുകൊണ്ട് സംഘടനാ സംവിധാനമാണ് ഏതൊരു പരിപാടി ഏറ്റെടുക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 4 മാസമായി ഊന്നൽ കൊടുത്തത് ജില്ലാ കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി എന്നുള്ളതാണ്. അത് പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാകണം ഉപരിപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ശ്രീ പീതാംബരൻ മാസ്റ്റർ ഇവിടെയുണ്ട്. അദ്ദേഹം ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഡൽഹിയിലെ സംഭവവികാസങ്ങളെ കുറിച്ച് അദ്ദേഹത്തിനാണ് ഒരു ഡയറക്റ്റ് ഇൻഫർമേഷൻ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം നിങ്ങളോട് പറയും. പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇനിഷ്യേറ്റീവാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ്. ഓപ്പോസിഷൻ പാർട്ടീസിനെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഫർട്ട് നടത്തത് ശ്രീ ശരത് പവാറാണ്. അത് കഴിഞ്ഞ 2 വർഷക്കാലം കാത്തിരുന്നതിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേറ്റീവും ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു എഫർട്ടിന് വേണ്ടി വന്നത്. നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ മാറ്റി നിർത്താനോ പ്രധാന പ്രതിപക്ഷ പാർട്ടി ഇല്ലാതെ ഞങ്ങൾ പോരടിക്കാം എന്നുള്ള പ്രതീക്ഷയൊന്നുമല്ല. കഴിഞ്ഞ 2 വർഷക്കാലമായി 2014 മുതൽ 19 വരെ 19 വീണ്ടും കൽപ്പിച്ച ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വന്നത് പ്രതിപക്ഷങ്ങളുടെ പരാജയമാണ്. പ്രതിപക്ഷത്തെ മുഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പരാജയമാണ് നമുക്കറിയാം. പക്ഷേ ആ കോൺഗ്രസിനെ ആശ്രയിച്ചിരുന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളുടെ മുഴുവൻ ഇനിഷ്യേറ്റീവും നഷ്ടപ്പെട്ടു പോകും എന്ന് വന്നപ്പോഴാണ് ശ്രീ പവാറിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായത്. അത് വലിയ തോതിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചത്. ജസ്റ്റിസ് ഷായെ പോലെ യശോസിനെ പോലൊക്കെയുള്ള വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റീസ് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള ആളുകൾ ശ്രീ പവാറിനെ പോയി കണ്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടാണ് ഒരു യോഗം അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിയത്. സ്വാഭാവികമായി കോൺഗ്രസിനെ ഉണർത്താൻ നമുക്ക് കഴിഞ്ഞു. കോൺഗ്രസും അതിനെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു. ശ്രീ പവാർ അതിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ ഇനിഷ്യേറ്റീവാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അത് കോൺഗ്രസ് ഇനിഷ്യേറ്റീവ് എടുക്കാതെ വന്നാൽ ഒരു പക്ഷേ നമുക്ക് ആ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി. ഇവിടെ ശ്രീ IK ഗുജറാൾ പ്രധാനമന്ത്രിയായപ്പോ, ദേവഗൌഡ പ്രധാനമന്ത്രിയായപ്പോ ഇന്ത്യയിലെ 3ാം ചേരി രൂപപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അത് കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികളെ യോജിപ്പിക്കാൻ പരാജയപ്പെടുമ്പോഴാണ്. ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധിയെ അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു വീണ്ടും അദ്ദേഹം ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാടുകൾ വെച്ച് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന ഒരു പ്രവർത്തനങ്ങളെയും ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് ശ്രീ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു 3ാം ചേരി രൂപപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നാൽ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ റീജിയണൽ പാർട്ടീസിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. ആ റീജിയണൽ പാർട്ടീസിന്റെ ശക്തി സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് ശ്രീ ശരത് പവാറിനെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തുന്നത്. ഏതൊരു പാർട്ടിയും നിലനിൽക്കുന്നത് അതിന്റെ ഭരണഘടനയിൽ അധിഷ്ഠിതമായാണ്. എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ പതനത്തിനു കാരണം പാർട്ടിയുടെ ഭരണഘടനയ്ക്കു വിരുദ്ധമായി കോൺഗ്രസ് എടുത്ത നിലപാടുകളാണെന്നും പീതാംബരൻ മാസ്റ്റർ. പക്ഷെ മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില നടപടികൾ നടക്കുന്ന സമയമാണ്. നമ്മുടെ പാർട്ടി ഭരണഘടന അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. കാലാകാലങ്ങളിൽ യോഗം നടത്തുകയും മെമ്പർഷിപ്പ് നടത്തുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടുകൾ കണക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭരണഘടന തന്നെയാണ്. ഏത് പാർട്ടിക്കും ഭരണഘടനയാണ് ആ പാർട്ടിയുടെ അടിത്തറ. ആ അടിത്തറയിലാണ് ഓടിലേക്ക് സൗന്ദര്യം കെട്ടിപ്പടുക്കുന്നത്. ആ അടിത്തറയിൽ ഉറച്ചത് സൗന്ദര്യം പടുത്താൽ മാത്രമേ ദീർഘകാലം ആ സൗന്ദര്യം നിലനിൽക്കാൻ കഴിയുള്ളൂ. ആ അടിത്തറ ദുർബലമാക്കപ്പെട്ടാൽ പാർട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ഇവിടെ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ അവസ്ഥ പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ ഭരണഘടന സസ്പെൻഡ് ചെയ്തിരിക്കാതെ എനിക്ക് തോന്നുന്നു. എത്രയോ കാലമായിട്ട് ഭരണഘടന വിരുദ്ധമായ നടപടിയാണ്, ഭരണഘടനക്കെതിരായിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്ഷീണമാണ് അല്ലെങ്കിൽ അതിൻ്റെ തകർച്ച കൊണ്ടാണ് ആ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് എന്ന് ഞാൻ പറഞ്ഞു. NCPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി അല്ലെങ്കിൽ താരതമ്യം ചെറിയ പാർട്ടിയാണെന്ന് നമ്മളെന്ന് കൂടി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ ഇന്ത്യയിലും കേരളത്തിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും
നമ്മുടെ LDF-ൽ നിന്ന് മാറ്റിയിരുന്ന കാലം കടന്നപ്പള്ളി രാജേന്ദ്രൻ പാർട്ടി വേണ്ടത്തിൽ പോയതിനു ശേഷം 5 കൊല്ലം കൂടെ കൊടുത്തായിരുന്നു. ശ്രീ കരുണാകരന്റെ വീട്ടിലും NCP ലയിച്ചപ്പോൾ ആ കാരണത്താലും നമ്മൾ 5 കൊല്ലം പുറത്തു നിർത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ പാർട്ടി ക്ഷീണിച്ചു പോയി. ശക്തമായി നിലപാടെടുത്ത് നിന്നിട്ടേ ഉള്ളൂ. ഇടതുപക്ഷ മുന്നണിയുടെ ആശയങ്ങളോട് യോജിച്ചല്ലാതെ അത് വിപരീതമായ നിലപാട് എടുത്തിട്ടുമില്ല. അപ്പൊ ഈ പ്രതിസന്ധി ഉള്ളപ്പോഴൊക്കെ പിടിച്ചിരിക്കാൻ കഴിഞ്ഞത് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സംഘടന കെട്ടിപ്പടുത്തിന് വരമാണെന്ന കാര്യം അന്ന് ഓർപ്പിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പാർട്ടി രൂപത്തിൽ 99-ലാണ് ശ്രീ ശരത് പവാറും സംഘയും താരിഖെന്നറുമെല്ലാം കോൺഗ്രസിന് വിട്ടുവരുന്നപ്പെട്ടത്. ആ പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ വന്ന് ബന്ധപ്പെട്ടത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്ന് ശ്രീ ശ്രീ ഷൺമുഖദാസും ഞാനും ശരത്തല ചിന്തയുമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ്. ഞങ്ങൾ 3 പേരും പ്രവാസിയെ നേരിട്ട് കണ്ട് നിങ്ങൾ ഇപ്പോൾ വേറെ പാർട്ടി ഉണ്ടാക്കുന്ന എന്തിനാണ്? കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നിട്ടുള്ള ശരത് പവാർ മുമ്പേ അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൂടാന്ന് അദ്ദേഹത്തെ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതേപോലെ തയ്യാറുമായി. പക്ഷേ സംഘം താൽക്കാലികമൊക്കെ ഡിസ്കസ് വന്നപ്പോൾ അവർ പറഞ്ഞു, പാർട്ടി പഴയ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയാൽ താങ്കൾ പഴയ പാർട്ടിയിലേക്ക് തിരിച്ചു പോയെന്നല്ലാതെ നമ്മുടെ കൂടെ ഇപ്പോൾ പാർട്ടിക്കെതിരായി വന്നിട്ടുള്ള നമ്മുടെ കൂടെ വന്നിട്ടുള്ള വാർത്തകന്മാർക്ക് സ്വീകാര്യമായില്ല. അതുകൊണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനിച്ചു. അതുകൊണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. NCP ഉണ്ടായി. കോൺഗ്രസ് അതിനകത്ത് അഖിലേന്ത്യാ സ്ഥാനത്ത് ലയിക്കുകയും ചെയ്തിട്ടാണ് നാം PSP ആയത്. അതിന് NCP ആയത്. അതിന്റെ ഭാഗമായിട്ട് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 95 തെരഞ്ഞെടുപ്പ് ഈ പാർട്ടിയെ സംബന്ധിച്ച് നിർണായക പ്രാധാന്യമുള്ളതാണ്. 90 തെരഞ്ഞെടുപ്പിൽ നാം തനിച്ചാണ് അനുസരിച്ചത്. പാർട്ടി രൂപീകരിച്ച് 4 മാസം കഴിയുന്നതിന് മുമ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിന്നെ ബോംബെയിലെ അസംബ്ലി. ഏതൊരു NCP പ്രവർത്തകനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചടങ്ങിൽ ആശംസ അറിയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റിയ അടവും തന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് BJP ആധിപത്യമുള്ള ഒരു നാടാക്കി ഇന്ത്യയെ മാറ്റാനാണ് കഴിയുന്നത്. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനതയും ഹിന്ദുക്കളാണ്. പക്ഷേ BJPയിൽ പിന്താങ്ങുന്നവരാരാണ്? BJPയിൽ അംഗങ്ങളായിട്ടുള്ളവർ എത്ര പേരാണ്? ഇന്ത്യൻ ജനതയുടെ ആകെ സംഖ്യയിൽ 4-5% പേരാണ് ഈ ഹൈന്ദവ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലുള്ളത്. മറ്റൊന്ന് ഇനി അപകടകരമായി സൂചിപ്പിക്കുന്നത് മുസ്ലിം ഭീകരതയാണ്. കേരളത്തിലായാലും ഇന്ത്യയിലായാലും മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് എത്ര പേരാണ് പ്രവർത്തിക്കുന്നത്? വളരെ ചെറിയൊരു ശതമാനമാണ്. അപ്പോൾ ജനങ്ങളെയാകെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെയാകെ തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ അഗ്നി ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പതുക്കെയാണെങ്കിൽ കേരളവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എന്തുതരം ജാഗ്രതയാണ് പാലിക്കേണ്ടതെന്ന് ആലോചിക്കുക. അവിടെ വരുമ്പോഴാണ് ഇന്നീ ഹോളിലിരിക്കുന്ന ഓരോ NCP പ്രവർത്തകരും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയാൻ വേണ്ടി സാധിക്കുക. ശ്രീ പീതാംബരൻ മാസ്റ്ററുടെ വിശദീകരിച്ചതുപോലെ കേരളത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മ ഉണ്ടാകണം എന്ന ആശയം രൂപപ്പെട്ടു വന്നത്. നമ്മുടെ അധ്യക്ഷനും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ പല തട്ടുകളിലായി പല തലങ്ങളിലായി പ്രത്യേകിച്ചും പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ CPM-നെ പോലുള്ള പാർട്ടികളുമായി ചർച്ച നടത്തി ആ ചർച്ചകൾ നടത്തിയ ആദ്യഘട്ടത്തിൽ അവർക്ക് നിഷേധാത്മകമായ നിലപാടായിരുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല എന്ന്. പക്ഷേ ഈ പറയുന്നവരൊക്കെ ചേർന്നുകൊണ്ട് 1980 ആകുമ്പോഴേക്കും കേരളത്തിലെങ്കിലും
അങ്ങനെ ഒരു രാഷ്ട്രീയം സാധ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ സന്ദേശത്തിലേക്ക് ഇന്ന് എല്ലാ പാർട്ടികളും ദേശീയ തലത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നത്. അങ്ങനെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം അഭിമാനകരമായ ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പിന്തുടർച്ചാവകാശികളായാണ് പ്രവർത്തിക്കുന്ന ഏക പാർട്ടി നമ്മുടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയാണ്. ആ പാർട്ടിയിലെ പ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി മാസ്റ്ററുടെ ചൂണ്ടിക്കാണിച്ചു 2 ഘട്ടങ്ങളിലായി നമുക്ക് LDFന്റെ മുന്നണി യോഗത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല നാം ഈ നിലപാട് സ്വീകരിച്ചത്. രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. വർഗീയതക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നാം. അതുകൊണ്ട് ഏതെങ്കിലും ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നൊരു പാർട്ടിയല്ല നമ്മൾ എന്ന് വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ അന്നത് 1980-ലാണെങ്കിലും ഇനിയിപ്പോൾ CPM എത്തിക്കഴിഞ്ഞു, CPI എത്തിക്കഴിഞ്ഞു. ചടങ്ങിൽ ദേശീയ സെക്രട്ടറിമാരായ NA മുഹമ്മദ് കുട്ടി, ജോസ്മോൻ, വൈസ് പ്രസിഡന്റുമാരായ രാജൻ മാസ്റ്റർ, PM സുരേഷ് ബാബു, ലതിക സുഭാഷ്, KR രാജൻ എന്നിവർ സംസാരിച്ചു. 3 സെക്ഷനുകളിലായി നടന്ന ക്യാമ്പിൽ സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നു.